അതായത് ഇവിടുത്തെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കുറയും. ഈ വണ്ടിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് .3 ആണ്, അതുകൊണ്ടാണ് ചുമന്ന കളർ. അപ്പോൾ നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടില്ലേ ആ പഴയ ഫ്ലൂയിഡ് പോയിട്ട് ഈ ലൈനാണ് ഇതിൻ്റെ ലെവൽ ശരിക്കും. ഏകദേശം ഒരു പുതിയ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കുന്ന ഒരു ഫീൽ ഇതിനകത്ത് വരുന്നുണ്ട്. ഹലോ ഗൈസ്, മോട്ടോ ചാൻസിൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു ഡിസ്ക് ബ്രേക്കുള്ള വണ്ടിയുടെ ബ്രേക്കിലൂടെ എങ്ങനെ മാറാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഫുള്ള് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ടൂൾ വേണം, പിന്നെ ഏത് ഗ്രേഡ് ഉള്ളതൊക്കെ ഒഴിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഫുൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വണ്ടിയുടെ അതായത് ബുള്ളറ്റ് 350യുടെ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെയാണ് മാറാൻ പോണേ. അപ്പോൾ നിങ്ങളുടെയൊക്കെയാണ് എല്ലാ വണ്ടികളുടെയും പൊതുവെ ഒരു കാലക്രമേണ കുറച്ചാൾ കഴിയുമ്പോൾ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ഈ ലിവറിൻ്റെ ഇപ്പോൾ പ്ലേയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൂടും, അതായത് ഇവിടുത്തെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കുറയും. ഇപ്പോൾ ബ്രേക്കും മൊത്തത്തിൽ കുറവാണ് വണ്ടിക്ക്. ഇപ്പോൾ പ്ലേ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് മാറിയിട്ട് നമ്മൾ പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുമ്പോൾ തന്നെ ഇതിന് ആ ഒരു പ്ലേ നമുക്ക് കുറയണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഇതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കളയാൻ പോകണം, എന്നിട്ട് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഒഴിക്കാൻ പോകണം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഏത് ഡോട്ടാ ഒഴിക്കേണ്ടതെന്നും. അതായത് ഈ കാലിബറിൻ്റെ മേളിൽ ഈ ഒരു ക്യാപ്പയിൽ കാണും, ക്യാപ്പയിൽ ഏത് ഗ്രേഡാ ഓയിൽ .4 എന്ന് പറഞ്ഞ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. .4 അല്ലെങ്കിൽ .3 ഏത് ഗ്രേഡ് വേണമെങ്കിലും ഒഴിക്കാം. രണ്ട് ഗ്രേഡ് ഒഴിക്കാം. .3 ആണ് ഒരു ചുമന്ന കളറിലുള്ള ഓയിലാണ്, മീൻസ് .4 ആണെങ്കിൽ ഒരു വെള്ള കളറായിരിക്കും ഓയിലിന്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആദ്യം തന്നെ ജസ്റ്റ് നോക്കാം. നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം, സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ. അതെന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഊരാനൊക്കെ ആയിട്ട് ഇവിടുത്തെ സ്റ്റാറിന് മാത്രമാണ് ഇവിടെ ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഊരാനായിട്ടാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്നത്, സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ. പിന്നെ ഒരു 11ന്റെ ഒരു സ്പാനറും വേണം. ഇത് നമുക്ക് ആ സിലിണ്ടറിലെ മീൻസ് ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്ലഷ് കളയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ സംഭവം. പിന്നെ ഇത് റിംഗ് സ്പാനർ ഉപയോഗിക്കാമെങ്കിൽ സാധാ സ്പാനർ ഉപയോഗിച്ചാലും മതി. ഇത് വേറെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച്. പിന്നെ നമുക്ക് ആ ഇവിടുത്തെ ഈ രണ്ട് ക്യാപ്പ് ഊരി ഇത് രണ്ട് ബോൾട്ട് ഊരി കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ആ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ നമുക്കൊന്ന് വലിച്ചു കളയാനൊക്കെ ആയിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് ഒരു സെറിഞ്ച് യൂസ് ചെയ്യുന്നത്. സെറിഞ്ചില്ലെങ്കിൽ നോർമൽ ഒരു കോട്ടൺ വേസ്റ്റ് എന്തെങ്കിലും വെച്ചൊന്ന് അതിൻ്റെ അകത്ത് ഒപ്പിക്കളഞ്ഞാൽ മതി. പിന്നെ ഒരു ഓസ് വേണം. ഓസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിട്ട് നമുക്കൊരു ബോൾട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഊറ്റി കളയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇത് നമ്മൾ ഇതിവിടെ വെച്ച് ഈ സിലിണ്ടറിലൊന്നും ചാടാണ്ടിരിക്കാൻ ഇത് നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരെടുക്കാം. കാണിച്ചു തരാം, എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇത് ജോയിന്റ് ചെയ്തില്ലെങ്കിൽ ഇതിനകത്തേക്ക് മുഴുവൻ ചാടി ഇവിടുത്തെ മുഴുവൻ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ പോകും. വണ്ടിയുടെ ബ്രേക്കും കുറയും. ഈ ഡിസ്കേലൊക്കെ നമുക്ക് കുറച്ച് ഈ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ചാടി കഴിഞ്ഞാൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അത് ഡിസ്കേ ചാടാതെ മാക്സിമം ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഓസ് യൂസ് ചെയ്തേക്കണേ. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഏതൊരു സാനിറ്ററി സൈഡിലോ അല്ലെങ്കിൽ സ്റ്റേഷൻ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, മീറ്റർ കണക്കിന് ലൂസായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു കോട്ടൺ ഒരു തുണി ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് പെയിന്റിലൊക്കെ ചാടി കഴിഞ്ഞാൽ പെയിന്റ് മങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇങ്ങനെ മാറാൻ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു തുണിയൊക്കെ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം .3 ആണ് ഇത് മേടിച്ച് വെച്ചേക്കണേ. ഇപ്പം ഇതിൻ്റെ .3 .4 ഒഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ .3 ആണ് മേടിച്ചത്. ഇനി 40 രൂപയാണ് വിലയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് പോകണം. അതായത് ഈ ഒരു കാൽവറിൻ്റെ മുകളിൽ ഈ ഒരു ക്യാപ്പും കാര്യങ്ങളും നമ്മൾ ആദ്യം തന്നെ ഊരുവാണ്. ജസ്റ്റ് 2 സ്ക്രൂസ് ഊരുവാണ്. ഓക്കെ, നെട്ടൊക്കെ എടുത്ത് വയ്ക്കുക, ചാടിപ്പോകാതെ എവിടെയും. അത് തന്നെ ഈ 2 നെട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി സൂക്ഷിച്ച് വെക്കുക. നെട്ടും കാര്യങ്ങളൊന്നും പോകാണ്ട് നോക്കുക എല്ലാവരും. ഓക്കെ, ഈ നെട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കുറയുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ പറയാം. അതുകൊണ്ട് ഈ ഒരു ക്യാപ്പ് ഊരി കണ്ടോ, ഇതും പതി എടുക്കുക. റബ്ബറിൻ്റെ ഒരു ബുഷും കാര്യങ്ങളൊക്കെ ഒരു വാഷർ പോലെ സാധനം ഉണ്ടാവും, എടുത്തോ. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് എടുത്ത് മാറ്റി വെച്ചേക്കാം. കണ്ടില്ലേ, ഈ ഒരു .4 ആണ് ശരിക്കും ഇത്. ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങൾ ഇത് കാരണം ഒരു കളർ കണ്ടില്ലേ, ഒരു വൈറ്റ് പോലത്തെ ഒരു കളറാണ്. ഈ ഒരു ഫ്ലൂയിഡ് നമുക്ക് ഇനി ഒരു സിറിഞ്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ച് കളയേണ്ടതുണ്ട്. അവിടെ കളണ്ടാവും. പണ്ടൊക്കെ സിറിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ വെള്ളം കയറ്റിയിട്ട് ഏകദേശം ഫുള്ള് തീർന്നില്ല അതല്ല. ഓക്കെ, അതിനകത്ത് ഫുള്ള് വലിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് തൂത്ത് തന്നെ നേരം. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങൾ എങ്ങനെ കാലക്രമേണ പോകണമെന്ന് ജസ്റ്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ലേ, ബ്രേക്ക് ഫ്ലൂയിഡ് നോർമലി ബ്രേക്ക് പിടിക്കുമ്പോൾ ഹീറ്റ് ആവാറുണ്ട്. ഹീറ്റ് ആയി കഴിയുമ്പോൾ ജസ്റ്റ് തിളച്ച് കഴിയുമ്പം ഈ പറയുന്ന എയർ ബബിളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഈ എയർ ബബിൾ ഈ ഒരു ഓസിക്കിടെ ഇറങ്ങി ശരിക്കും ഇതിൻ്റെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ കുറയും. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കുറയണേ. പിന്നെ 6 മാസം കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടും. പിന്നെ ആ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ഈ നമ്മുടെ ഫ്ലൂയിഡൊക്കെ കുറേ നാളെയും കിടന്ന് ആ വണ്ടിക്ക് ബ്രേക്കിംഗ് കാര്യങ്ങൾ കിട്ടാതെ വരാറുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലൂയിഡിനകത്ത് ചിലപ്പം വെള്ളമൊക്കെ മിക്സ് ആവാറുണ്ട്. അങ്ങനെ വെള്ളം മിക്സ് ആയാലും
പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യങ്ങൾ എയർ ബബിളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. കാരണം വെള്ളം നന്നായിട്ട് തിളയ്ക്കും, പെട്ടെന്ന് തന്നെ തിളച്ച് കഴിയുമ്പോൾ നീരാവി ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ബബിളും കാര്യങ്ങളൊക്കെ വന്ന് ബ്രേക്ക് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറേ നാളൊക്കെ ഇരിക്കണ വണ്ടിയൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വണ്ടി എടുക്കുക നല്ലത്. കാരണം വണ്ടിയുടെ ബ്രേക്കൊക്കെ ജാം ആവാനൊക്കെ കൂടുതലും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഒരു തുണി എടുത്തൊന്ന് വൈപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കളഞ്ഞേക്കാം. ഇനി നമ്മൾ പുതിയ ഫ്ലൂയിഡ് ഒഴിച്ചിട്ട് ഇനി ഫ്ലഷിങ് തുടങ്ങുവാണ്. അതായത് ഫ്ലഷ് ചെയ്ത് അതിനകത്തുള്ള ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഫുള്ളും പുറത്ത് കളയുക. അതായത് ഈ ഒരു ഓസിനകത്തുള്ള ഫ്ലൂയിഡും കാര്യങ്ങളും നമ്മൾ ഫുള്ളായിട്ട് പുറത്ത് കളയുവാണ്, ആ പഴയ ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലഷിങ് കാര്യങ്ങളും തുടങ്ങാം. അപ്പം ഇതിനകത്തുള്ള ഫുള്ളും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ കുറച്ച് ആ പഴയ ഒരു ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒന്നും അംശങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കാണാതിരിക്കും. അത് ഫുള്ളായിട്ട് പൊക്കോളും. പിന്നെ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. ഈ ഒരു ഏരിയ നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പുതിയ ഫ്ലൂയിഡ് ഒഴിക്കുന്നതിന് മുമ്പ്. പിന്നെ ഈ 2 അടപ്പും കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് അവസാനം ക്ലീൻ ചെയ്യാൻ മതി, കുഴപ്പമില്ല. ഇത്തലൊക്കെ ശരിക്കും നന്നായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ, ഇതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കാലിബറിന്റെ മുകളിൽ ഈ ഒരു അടപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു, പൊടിയും വെള്ളം കാര്യങ്ങളെല്ലാം പോകും. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. നല്ലൊരു തുണിയൊക്കെ എടുത്തിട്ട് ഒരു വെള്ളം പറ്റാത്ത തുണിയൊക്കെ എടുത്ത് തൂത്ത് കളയുക. അപ്പോൾ ഇതും ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു വെള്ളം ഈ ക്യാപ്പ് ഇതെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളിനി ക്ലീനിങ് കഴിഞ്ഞ് നേരെ ഇനി ഫ്ലഷിങ്ങിലോട്ട് കടക്കാൻ പോവാണ്. അതായത് ഫ്ലൂയിഡ് ഒഴിച്ചിട്ട് നമ്മൾ ഇതിനകത്തുള്ള പൈപ്പിനകത്തുള്ള പഴയ ഫ്ലൂയിഡ് ഫ്ലഷ് ചെയ്ത് കളയാൻ പോവാണ്. ഓക്കെ, ഫ്ലൂയിഡ് പൊട്ടിച്ചേരാം. ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. അതായത് ഫുള്ളായിട്ട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറ്റി വിട്ടാൽ മതി. ഇത് .3 ആണ്, അതുകൊണ്ടാണ് ചുമന്ന കളർ ശരിക്കും ഫ്ലൂയിഡിന്. പിന്നെ അത് അത്യാവശ്യം നമ്മൾ ഫ്ലൂയിഡ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്ലഷ് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ ഈ സ്പാനർ ഉപയോഗിച്ച് ഇവിടുത്തെ നെറ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട്, അതായത് കണ്ടില്ലേ ഇവിടെ ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ പോലെ കണ്ടില്ലേ, ജസ്റ്റ് നൂറ് കാണിച്ചിടാം. അത് ഇതൊന്ന് ഒരു കാണിച്ചു കണ്ടില്ലേ, ഈ ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ എല്ലാവരും കാണും ഇതുപോലത്തെ ഒരു ജസ്റ്റ് ഒരു ഫ്ലഷ് കളയാനായിട്ടുള്ള ഓസ് കയറ്റാനുള്ള ഒരു സെപ്പറേറ്റ് സ്ഥലം കാണും. അവിടുത്തെ ആ നട്ടേക്കടാണ് നമ്മളിന്ന് ഫ്ലഷ് കളയാൻ പോണേ. അപ്പോൾ നിങ്ങൾ ഇത് ഞങ്ങളിപ്പോൾ മിറ്റത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ്, ഇത് തറയിലൊന്നും ചാടണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പൈപ്പിൻ്റെ അറ്റത്ത് എന്തെങ്കിലും ഒരു പാത്രം കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തറയിലും നിലത്തൊന്നും ആവാണ്ടിരിക്കുക, അതായത് ഈ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു നട്ടും കാര്യങ്ങളും പയ്യൊന്ന് ലൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്, കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക. ഓക്കെ, നമുക്ക് ഫ്ലൂയിഡ് അതിനകത്തോടെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് കളയണം. അത് പമ്പ് ചെയ്ത് ആ ലിവർ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് ഫുള്ളായിട്ട് ഫ്ലഷ് ചെയ്ത് കളയണം. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ ഒരു ജസ്റ്റ് അത് ഫുള്ളായിട്ടൊന്ന് ഫ്ലഷ് ചെയ്യുക, പമ്പ് ചെയ്ത് കളയാം. കണ്ടല്ലോ, ഞാൻ ഫ്ലൂയിഡ് ഇപ്പോൾ പോകുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടില്ലേ, ആ പഴയ ഫ്ലൂയിഡ് പോയിട്ട് നമ്മുടെ പുതിയ ഫ്ലൂയിഡ് .4.3 ഓറഞ്ച് ചുവപ്പ് കളറുകൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫ്ലൂയിഡ് കുറയുന്നതനുസരിച്ച് ഇവിടെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം എയർ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വീണ്ടും ഒന്നുകൂടി തുടങ്ങേണ്ടി വരും. അതായത് എയർ കയറുമ്പോഴാണ് ശരിക്കും ബ്രേക്കും കാര്യങ്ങളും കുറയണേ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഫ്ലൂയിഡ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ലെവൽ കീപ്പ് ചെയ്യണം. അതായത് ഇവിടുന്ന് പമ്പ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലൂയിഡ് ഇറങ്ങി പോന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനനുസരിച്ച് ഫ്ലൂയിഡ് അപ്പുറത്തുനിന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ പഴയ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു നട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലഷിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തീർന്നു. ഇനിയിപ്പോൾ ആ പഴയ പോലെ തന്നെ ഈ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഫുള്ളായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ പഴയ ഈ ഒരു പൈപ്പ് അങ്ങ് ഊരി എടുത്ത് കളഞ്ഞേക്കുക. എന്നിട്ട് ഈ ക്യാപ്പ് ഇട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ക്യാപ്പിൻ്റെ അകത്തൊക്കെ ക്യാപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടെ തുരുമ്പെടുക്കായിരിക്കും. ചില വണ്ടിയുടെയൊക്കെ ഇവിടെ നമ്മൾ ഈ ക്യാപ്പൊക്കെ പോയി കഴിയുമ്പോൾ ഇവിടെ തുരുമ്പൊക്കെ എടുത്ത് കുറച്ച് കളയുമ്പോഴത്തേനും ഇത് ഒടിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ ക്യാപ്പ് എപ്പോഴും അടച്ചു തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴയ ഫ്ലൂയിഡ് ഫുള്ളായിട്ട് ഫ്ലഷ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ക്യാപ്പിനകത്തേക്ക് കുറച്ചുകൂടി ഫ്ലൂയിഡ് ഒഴിക്കും, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യണം. ഈ ഒരു ലെവൽ ലൈൻ കണ്ടില്ലേ, ജസ്റ്റ് ഇതിനകത്തൊരു ലൈൻ, ഈ ഒരു ലൈനാണ് ഇതിൻ്റെ ലെവൽ ശരിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് ജസ്റ്റ് നമുക്ക് എപ്പോഴും ഒഴിക്കേണ്ടത് ഫ്ലൂയിഡ്. കുറച്ചുകൂടി ഒഴിച്ചു. ഓക്കെ, മതി അതാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് തിരിച്ച് അടച്ച് വെക്കാൻ പോകണം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കണം. പമ്പ് ചെയ്ത് കൊടുത്താലാണ് ബ്രേക്ക് വരും പഴയ രീതിക്ക്. അപ്പോൾ നമുക്ക് ഇനി ക്യാപ്പിട്ട് ഫുള്ളായിട്ട് അടച്ചേക്കാം. അതിന് അടയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. അപ്പോൾ റബ്ബർ ഉഷ പഴയ പോലെ തന്നെ ഇതിൻ്റെ ആ ഡിസൈനൊക്കെ ഉണ്ട്, അതുപോലെ നന്നായിട്ട് ആക്കി വയ്ക്കുക. ആദ്യം അത് പോയാർന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ. അപ്പോൾ ജസ്റ്റ് അതുപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് തിരികെ കയറ്റി വെക്കുക. ഓക്കെ ആയിട്ടുണ്ട്. അത് തന്നെ. ഓക്കെ, ഇതതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട്.
ഈ ഒരു ക്യാപ്പ്, ഒരു വൈറ്റ് ക്യാപ്പുണ്ട്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഒന്ന് ലാസ്റ്റ് പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് കേട്ടോ നിങ്ങൾ വെക്കാവുള്ളൂ. പൊടി വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ട് തൂത്തളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു ക്യാപ്പും കൂടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഒരുമിച്ച് ടൈറ്റ് ഒരെണ്ണം ആദ്യം ടൈറ്റ് ചെയ്തിട്ട് രണ്ടാമത് ടൈറ്റ് ചെയ്യാൻ പോയക്കരുത്. കാരണം ഒരു സൈഡിൽ പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫ്ലൂയിഡ് കുറച്ച് വണ്ടി ഓടിച്ച് ലീക്കാനൊക്കെ ലീക്കായിട്ട് ഇവിടെ മുഴുവൻ ചാടി അതന്നെ ലീക്കാവാൻ അതുപോലെ വെള്ളം ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. കൂടുതലാണ്. അപ്പോൾ ഒരുമിച്ച് ഒരേ രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യാൻ നോക്കുക രണ്ടിനായിട്ടും. ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ബ്രേക്ക് ആയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് പമ്പ് ചെയ്ത് കൊടുക്കണം. പമ്പ് ചെയ്ത് കൊടുത്താലാണ് ആ ഒരു പഴയ രീതിക്ക് ബ്രേക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പമ്പ് ചെയ്താലാണ് ആ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ കയറി വരുള്ളൂ. ഓക്കെ, പമ്പ് ചെയ്യാം. ഇതിപ്പോൾ ബ്രേക്ക് ഏകദേശം ഒരു പുതിയ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കുന്ന ഒരു ഫീൽ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കാരണം ഇതൊന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബ്രേക്ക് ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ ജസ്റ്റ്. ഓക്കെ, ഇത്ര പിടിക്കുമ്പോൾ തന്നെ വണ്ടിക്ക് ബ്രേക്കാണ് ശരിക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ബ്രേക്ക് അതായത് ഫ്ലൂയിഡ് റീഫിൽ ചെയ്തതിന് ശേഷം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പമ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയി വരുള്ളൂ. അപ്പം ഞങ്ങൾ ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് മാറുന്ന കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിത് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയർ കയറാണ്ട്, അതായത് രണ്ടാമത് ഫ്ലൂയിഡ് ഒഴിക്കുമ്പോൾ എയർ കയറാണ്ടിരിക്കുക എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഈ ഒരു പ്രോസസ്സ് രണ്ടാമത് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അടുത്ത് ആ ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ തള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു പ്രഷറിലാണ് ശരിക്കും ഇരിക്കുന്നത്. അപ്പോൾ തള്ളിപ്പം കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയിൽ നട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യണം, പമ്പ് ചെയ്യാൻ പോകാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യാൻ ഞങ്ങൾ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ.